ബീട്രൂട്ട് കിച്ചടിയുടെ റെസിപ്പി ഒന്ന് കാണാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഇടത്തരം വലുപ്പത്തിലുള്ള ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ എണ്ണം കൂട്ടുകയോ അല്ലെങ്കിൽ ബീട്രൂട്ട് പകുതിയാക്കിയിട്ട് ആ അളവിലുണ്ടാക്കുകയോ ചെയ്യാം. ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്നുകിൽ നമുക്ക് ബീട്രൂട്ട് കൊത്തിപ്പിടിച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ നമുക്കത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണെങ്കിലും എടുക്കാം. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബീട്രൂട്ട് തയ്യാറാക്കുമ്പോൾ അതിനൊപ്പം നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇതിനൊപ്പം കുത്തിപ്പിടിച്ച് ചേർക്കാം. ഇനി നമുക്ക് ഈ ബീട്രൂട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ബീട്രൂട്ട് നമ്മൾ കുത്തിപ്പിടിച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും അല്പം ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചെറുതായിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് വേവുന്ന സമയത്തിന് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുള്ളത്. ഇതിനകത്തിലേക്ക് ഒരല്പം ജീരകവും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് വേവിക്കുമ്പോൾ അതിനൊപ്പം ഇട്ടാലും മതിയാവും. അപ്പോൾ ഇത് ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഞാൻ അല്പം തൈര് ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർത്തിട്ടാണെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമാക്കേണ്ട, ഒരല്പം മാത്രം വെള്ളമോ തൈരോ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം കിച്ചടി ആയതുകൊണ്ട് ഇതിനുള്ളിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കടുകും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് അരയണ്ട, ഈ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടുക് ചതച്ചിട്ട് ഇതിനൊപ്പം ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി നമുക്കിത് രണ്ട് രീതിയിൽ തയ്യാറാക്കാം. ഒന്നുകിൽ ഈ അരച്ചെടുത്തിട്ടുള്ള തേങ്ങയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിനൊപ്പം ഈ ഒരു അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്തിട്ട് തേങ്ങയുടെയും ജീരകത്തിൻ്റെയും കടുകിൻ്റെയൊക്കെ ഞാനിവിടെ തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ടിനകത്തിലേക്കാണ് ഈ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ തേങ്ങയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്ക് ഒന്നുകിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുത്തിട്ട് അത് ഒന്ന് ചൂടായി വരുമ്പോഴേക്ക്, തിളയ്ക്കരുത്, ജസ്റ്റ് അതൊന്ന് ഒന്ന് മിക്സായി വരുമ്പോഴേക്ക് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ തേങ്ങ എടുക്കുന്നത് അതിൻ്റെ പാതി അളവിൽ തൈര് എടുത്താൽ മതി. ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് നമുക്ക് ഉപ്പ് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചടിയും കിച്ചടിയും തയ്യാറാക്കുന്ന സമയത്ത് തേങ്ങ നമ്മൾ അരയ്ക്കുന്നത് വളരെ കുറച്ച് വെള്ളത്തിൽ മാത്രം അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. മാത്രമല്ല ഇത് നമ്മൾ തയ്യാറാക്കുമ്പോൾ അല്പം ലൂസായിട്ടിരിക്കുകയാണെങ്കിലും കുറച്ച് നേരം വെക്കാമെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറുകി കിട്ടും. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താലും മതി. പച്ചടിയും കിച്ചടിയും നമ്മൾ തയ്യാറാക്കി വെച്ച ഉടനെ തന്നെ ഉപയോഗിക്കാതെ ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ സ്വാദ്. ഇനി നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉലുവയും ചുവന്ന മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ച് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. താളിച്ച് ഒഴിക്കുന്ന സമയത്ത് ചൂടോടുകൂടി അത് ഒഴിക്കാതെ അത് തണുത്തതിന് ശേഷം മാത്രമേ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ആ തൈര് പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്.